ശ്ലോകം 2. കവി 6 ശ്ലോകങ്ങൾ കവിയുടെയാണ്. അപ്പോൾ രണ്ടാമത്തെ ശ്ലോകവും കവിയുടെയാണ്. എന്തൊക്കെ നമുക്ക് ഉണ്ടോ അതെല്ലാം ഭഗവാന് സമർപ്പിക്കണം. അതാണ് പറയുന്നത് രണ്ടാമത്തെ ശ്ലോകത്തിൽ. എല്ലാം ഭഗവാന് സമർപ്പിക്കും. നിങ്ങൾ എന്തിന് ദുഃഖങ്ങളുണ്ടോ അത് സമർപ്പിക്കും. അതാണ്. ഇതിന് നമ്മളത് ചുമന്നുകൊണ്ട് നടക്കണോ? ഭഗവാൻ അത് എടുത്തുകൊള്ളും. മാതാ അമൃതാനന്ദമയി ദേവി പറയുന്ന പോലെയാണ്. മക്കളെ, നിങ്ങളുടെ തലയിൽ ആ വലിയ കെട്ടുണ്ട്. ട്രെയിനിൻ്റെ ഉള്ളിൽ വന്നിട്ട് നിങ്ങളിതിനാ തലയിൽ വെച്ചുകൊണ്ടിരിക്കണേ? താഴ്ത്ത് വയ്ക്കൂ, അത് ട്രെയിൻ എടുത്തോളൂ. അതുപോലെ നമ്മുടെ എന്തെല്ലാം ദുഃഖങ്ങളുണ്ടോ ആ ദുഃഖങ്ങളാകുന്ന ഭാണ്ഡം ഭഗവാനെ ഏൽപ്പിക്കൂ. ഭഗവാൻ നമ്മളെ രക്ഷിക്കും. ഭൂമൻ, സർവവ്യാപിയായിട്ടുള്ള ആളെയാണ് ഭൂമൻ എന്ന് പറയുന്നത്. ഭൂമാവൈ സുഖം, നാൽപ്പേ സുഖമസ്തി ഉപനിഷത്താണ്. സർവവ്യാപിയായിരിക്കുന്ന ആ ഭഗവാനെ പ്രാപിച്ചാൽ നമുക്ക് സുഖമായി. അല്പേ, ഈ കാണുന്ന പ്രപഞ്ചം അല്പം. അല്പേ സുഖം നാസ്തി. ഈ ലോകത്തിൽ നിങ്ങൾക്കൊരിക്കലും സുഖം കിട്ടില്ല. സുഖം എന്ന് പറയുന്നത് ബ്രഹ്മാനന്ദം. ലോകത്തിൽ സുഖമില്ല എന്നല്ല, സുഖമുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തെ ദുഃഖമായി മാറുന്നു. അപ്പോൾ സുഖദുഃഖ സമ്മിശ്രമാണ് ലോകത്തിലെ എല്ലാ കർമ്മങ്ങളും. ശാശ്വതമായ സുഖം അത് ഉള്ളിൽ തന്നെയുള്ള ആ പരമാത്മാവ്, ആ ബ്രഹ്മത്തിനെ അനുഭവിക്കുമ്പോൾ മാത്രമേ കിട്ടൂ. അതാണ് നമ്മൾ ഓരോരുത്തരും നേടേണ്ടത്. അതാണ് ഭൂമ. ഭൂമാവൈ സുഖം, നാൽപ്പേ സുഖമസ്തി. എങ്ങനെയാണ് നമ്മളെല്ലാം ഭഗവാൻ അർപ്പിക്കേണ്ടത്? കായേന വാച മുഹുരഭി മനസാ. ശരീരം കൊണ്ട് എന്തെല്ലാം ചെയ്യുന്നുവോ ആ ചെയ്യുന്നതെല്ലാം ഭഗവാൻ അർപ്പിക്കും. വാക്കുകൊണ്ട് എന്തെല്ലാം പറയുന്നുവോ അത് ഭഗവാനെക്കുറിച്ചാവട്ടെ. മുഹുരഭി മനസാ, മനസ്സുകൊണ്ട് എന്തെല്ലാം ചിന്തിക്കുന്നുവോ അത് ഭഗവാനെക്കുറിച്ച് ചിന്തിക്കൂ. മറ്റുള്ള ചിന്തകളൊന്നും വേണ്ട, ഭഗവാൻ നോക്കിക്കോളും. എങ്ങനെയാണ് നമ്മൾക്ക് ഈ ചിന്തകളും കർമ്മങ്ങളും ഒക്കെ വരുന്നത്? ത്വൽബല പ്രേരിതാത്മാ. ഹേ ഭഗവൻ, അങ്ങയാൽ പ്രേരിപ്പിക്കപ്പെട്ട അങ്ങയെ ഭജിച്ചതുകൊണ്ട് എനിക്ക് കിട്ടുന്ന ബലം, ശക്തി, ത്വൽബല. ആ ശക്തിയാൽ പ്രേരിപ്പിക്കപ്പെട്ട് ഞാൻ സത്കർമ്മങ്ങളിലേക്കും എല്ലാം അങ്ങയെ അർപ്പിക്കാനും തുടങ്ങും. അപ്പം ആരാ പ്രേരിപ്പിക്കുന്നത്? അന്തര്യാമിയായിരിക്കുന്ന ഭഗവാൻ. അന്തര്യാമിയായ ഭഗവാൻ നമുക്ക് പ്രേരണ തരുന്നു. ആ പ്രേരണ കൊണ്ട് നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു. നമ്മുടെ മനസ്സ് പരിശുദ്ധമാകുന്നു. അങ്ങനെ ഒരു ഭക്തൻ തൻ്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളും പറയുന്നതായ വാക്കുകളും പിന്നെ ചിന്തിക്കുന്നതായ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതായ വിചാരങ്ങളും എല്ലാം യദ് യദ് കുർവേ, യദ് യദ് കുർവേ, എന്തെന്ത് ചെയ്യുന്നു അതേത് പ്രവൃത്തിയാലും ശരി, ഈ 3 കൊണ്ടേ പ്രവൃത്തി ചെയ്യാൻ സാധിക്കൂ. മനസ്സുകൊണ്ട് ചിന്തിക്കുക, വാക്കുകൊണ്ട് പറയുക, ശരീരം കൊണ്ട് ചെയ്യുക. ഇത് 3. അതെല്ലാം
ത്വയി അസൗ അർപ്പയാമി. അസൗ ത്വയി അർപ്പയാമി. ഈ ഞാൻ അങ്ങയ്ക്ക് അർപ്പിക്കുന്നു. അങ്ങ് ആരാണ്? തദിഹ പരതരേ. അങ്ങാണ് ഏറ്റവും ശ്രേഷ്ഠൻ, പരമാത്മാവ്. ആ പരമാത്മാവായ അങ്ങയിൽ ഞാൻ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നുവോ അതെല്ലാം അങ്ങയ്ക്ക് അർപ്പിക്കുന്നു. ചിലപ്പോൾ ഞാനാണ് ചെയ്യുന്നത് എന്നുള്ളതായ അഹങ്കാരം വരും, അഹന്ത. അങ്ങനെ എന്തൊക്കെ ഞാൻ ചെയ്ത് നേടിയോ ഒക്കെ എൻ്റെയാണ്, മമത വരും. ഭഗവാനെ, ഞാൻ അറിയാതെ വരുന്നതാണ് ആ അഹന്തയും മമതയും. അത് ഞാൻ അങ്ങയ്ക്ക് അർപ്പിക്കുന്നു. ത്വയി അസൗ അർപ്പയാമി. അസൗ ഇവൻ, ഈ ഞാൻ അങ്ങയ്ക്ക് എല്ലാം അർപ്പിക്കുന്നു. അങ്ങ് അതിനെയെല്ലാം പരിശുദ്ധമാക്കി തരണമേ. അതാണ്. എപ്രകാരം ചീത്ത വസ്തുക്കൾ അഗ്നിയിലിട്ടാൽ അത് സംശോധിക്കപ്പെടുന്നുവോ അതുപോലെ എൻ്റെ കർമ്മങ്ങൾ, എൻ്റെ വാക്കുകൾ, എൻ്റെ ചിന്തകൾ എല്ലാം അങ്ങ് പരിശുദ്ധമാക്കണേ. ഭഗവാൻ ജ്ഞാനസ്വരൂപനാണ്. ആ ജ്ഞാനസ്വരൂപനായ ഭഗവാൻ അഗ്നിയുടെ രൂപത്തിലാണ് നമ്മുടെ കർമ്മങ്ങളെയും വാക്കുകളെയും ഒക്കെ സ്വീകരിക്കുന്നത്. ഗീതയിൽ പറയുന്നു, ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ അർജുന. ജ്ഞാനസ്വരൂപനായി ഉള്ളിലിരിക്കുന്ന ആ ഭഗവാൻ എപ്രകാരം അഗ്നിയിൽ കിട്ടതെല്ലാം അഗ്നി നശിപ്പിക്കുന്നുവോ, ചാമ്പലാക്കുന്നുവോ, അതുപോലെ നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും ഭസ്മീകരിച്ച് അതിൻ്റെ ദുഷ്ടുകളെല്ലാം കളഞ്ഞ് നമ്മളെ പരിശുദ്ധരാക്കുന്നു. ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ അർജുന. ഹേ ഭഗവൻ, അപ്പം ഞാൻ ഉറച്ച തീരുമാനമെടുത്തു എന്നർത്ഥം. അതാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ തെറ്റിപ്പോകാറുണ്ടെങ്കിലും ഈ 3 കരണങ്ങളെ കൊണ്ട് ഞാൻ എന്തെന്ത് ചെയ്യുന്നുവോ അത് അങ്ങയുടെ പാദങ്ങളിൽ ഞാൻ അർപ്പിക്കുന്നു. എന്നെ രക്ഷിക്കണേ എന്ന് പറയുകയാണ്. അങ്ങനെ ഏതൊരാൾ എല്ലാം ഭഗവാൻ അർപ്പിക്കുന്നുവോ ജാത്യാബീഹ സ്വഭാഗ. അയാൾ ജന്മം കൊണ്ട് ഒരു ചണ്ടാളനാവട്ടെ, സ്വഭാഗ സ്വ നായ, നായയെ പാകം ചെയ്ത് തിന്നുന്ന ആൾ സ്വഭാഗൻ, ചണ്ടാളൻ. ജാത്യാബീഹ സ്വഭാഗ. പക്ഷേ ഇപ്പം അയാളുടെ മനസ്സെങ്ങനെയാണ്? ത്വയി നിഹിത മനഃ. അങ്ങയിൽ അർപ്പിക്കപ്പെട്ട മനസ്സ് മാത്രമാണോ? കർമ്മ, എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ അർപ്പിക്കുന്നു. മനസ്സും കർമ്മം മാത്രമാണോ? അല്ല, വാക്ക് എന്തെന്ത് പറയുന്നുവോ അത് ഭഗവാനിലേക്ക് അർപ്പിക്കുന്നു. ഇന്ദ്രിയ, സകല ഇന്ദ്രിയങ്ങളും, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും കൊണ്ട് എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നുവോ ഭഗവാൻ അർപ്പിക്കുന്നു. അർത്ഥ, എന്തെന്ത് മറ്റേ വിഷയങ്ങളാണോ നമുക്കുള്ളത് അതും. പിന്നെയോ നമ്മളുടെ പ്രാണൻ, 10 പ്രാണന്മാരായിരിക്കുന്ന ആ മുഖ്യപ്രാണൻ, ആ മുഖ്യപ്രാണനെ ഞാൻ അങ്ങേക്ക് അർപ്പിക്കുന്നു. അങ്ങനെ ഏതൊരുത്തൻ എല്ലാം ഭഗവാൻ അർപ്പിക്കുന്നുവോ വിശ്വം പുനീതേ, അവൻ ഈ കാണുന്ന പ്രപഞ്ചത്തിനെ തന്നെ അവൻ ശുദ്ധമാക്കണം. വിശ്വം പുനീതേ, പ്രപഞ്ചത്തിനെ പുണ്യമാക്കണം. പുനീതേ. അപ്പോൾ ആരാണ് ചെയ്യുന്നത്? ചണ്ടാളനാണ്, സ്വഭാഗനാണ്. സാരമില്ല,
ഒരു ബ്രാഹ്മണനാവട്ടെ, അയാൾക്ക് ഭഗവത് ഭക്തിയില്ല, കർമ്മങ്ങളും വാക്കുകളും ഒന്നും ഭഗവാൻ അർപ്പിക്കുന്നില്ല, അയാൾക്ക് ഈ വിശ്വത്തിനെ നന്നാക്കാൻ സാധ്യമല്ല. നതു വിമുഖമന ത്വൽപദാദ് വിപ്രവര്യ ത്വൽപദാദ് വിമുഖമനാഹ. അങ്ങയുടെ പാദത്തിൽ മനസ്സിനെ അർപ്പിക്കാത്ത ആൾ വിമുഖൻ. അവിടെയാണ് ഭഗവാൻ ഇങ്ങോട്ട് നോക്കും. അതാണ് വിമുഖൻ, അങ്ങോട്ട് നോക്കാൻ. അങ്ങനെ ഭഗവത്പരമായ കാര്യങ്ങളിൽ അല്പം പോലും താല്പര്യമില്ലാത്ത ഒരുത്തൻ, അവൻ ബ്രാഹ്മണനായാൽ പോലും, വിപ്രവരിക, ബ്രാഹ്മണ ശ്രേഷ്ഠനായാൽ പോലും കാര്യമില്ല. അവന് ഈ ലോകത്തിനെ നന്നാക്കാൻ സാധ്യമല്ല. എന്നാൽ ഒരു ചണ്ടാളനായിക്കൊള്ളട്ടെ, അവൻ്റെ എല്ലാം മനസ്സ്, കർമ്മങ്ങൾ, പ്രാണൻ, വാക്ക്, ഇന്ദ്രിയങ്ങൾ, നേടിയ വിഷയങ്ങൾ എല്ലാം ഭഗവാൻ അർപ്പിച്ചാൽ അവൻ ഈ കാണുന്ന ജഗത്തിനെ ശുദ്ധീകരിക്കുന്നു വെച്ചാൽ ആൾക്കാരെ ഉദ്ധരിക്കാൻ സാധിക്കണമെന്നർത്ഥം. അവൻ വലിയ ആചാര്യനായിത്തീരുന്നു. ബ്രാഹ്മണനായിട്ട് ഭഗവത് ഭക്തിയില്ലെങ്കിൽ അവനാവാൻ സാധ്യമല്ല. ശങ്കരാചാര്യ സ്വാമി പറയുന്നുണ്ട്, ചണ്ടാളോസ്തു സതുദ്വിജോസ്തു. ചണ്ടാളനായാലും ദ്വിജനായാലും ആര് ഭഗവാനെ തന്നെ ഭജിച്ച് എല്ലാം ഭഗവാൻ അർപ്പിക്കുന്നുവോ അയാൾ എൻ്റെ ഗുരുവാണ്, അയാൾ ഗുരുവായിത്തീരുന്നു. ഹേ ഭഗവൻ, അതുകൊണ്ട് എപ്പോഴും ഭഗവത് ചിന്തയോടുകൂടി ഇരിക്കാനും എല്ലാ കർമ്മങ്ങളും അങ്ങയിൽ അർപ്പിക്കാനും എന്നെ അനുഗ്രഹിക്കണമേ എന്നുള്ളതായ പ്രാർത്ഥന ഭഗവാൻ ഉടനെ കേൾക്കണു. എന്തുകൊണ്ട്? അന്തര്യാമിയായിട്ടിരിക്കുന്ന ആളാണ്. അതാണ് ഭഗവാൻ അന്തര്യാമിയായതുകൊണ്ട് കേൾക്കുന്നു. അപ്പോൾ എന്തൊക്കെ നമുക്ക് വേണോ, അത് ഭുക്തിയായാലും മുക്തിയായാലും, ഭുക്തി നമുക്ക് വേണ്ടതായ സുഖസൗകര്യങ്ങൾ, അതാണ് ഭുക്തി. മുക്തി ഈ സംസാരത്തിലേക്ക് ഇനി വരാതെ കണ്ട് ആ ഭഗവാനുമായി ഐക്യം പ്രാപിക്കൽ, രണ്ടും ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്നു. ശങ്കരാചാര്യ സ്വാമികളെ പോലെയൊക്കെ ലോകവന്ധ്യനായിത്തീരുന്നു. ശങ്കരാചാര്യ സ്വാമികൾ ബ്രാഹ്മണൻ തന്നെയാണ്. ബ്രാഹ്മണനല്ലെങ്കിലും ഒരു ചണ്ടാളനാണെങ്കിൽ പോലും ആരങ്ങനെ ചെയ്യുന്നുവോ അവൻ ഈ ലോകത്തിനെ പരിശുദ്ധമാക്കുന്നു. മനീഷാ പഞ്ചകത്തിലാണ് ആചാര്യസ്വാമികൾ പറഞ്ഞിരിക്കുന്നത്. മനീഷാ പഞ്ചകം. ചണ്ടാളോസ്തു സതുദ്വിജോസ്തു ഗുരുരുത്യേഷാ മനീഷാ മമ. ആര് ഭഗവത്പരമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നു, എല്ലാം ഭഗവാൻ അർപ്പിക്കുന്നു, അവൻ എൻ്റെ ഗുരുവാണ് എന്ന് എൻ്റെ ദൃഢമായ വിശ്വാസം.